പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു വികാരമായി പടർന്ന ഫ്ലവേഴ്സ് ഇനി മുതൽ പേ ചാനൽ. നിന്നോട് പറഞ്ഞ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കണം. സാറേ, അത് അവനാ, സുബ്രഹ്മണ്യൻ. ഹലോ ലില്ലി, എന്നതാടി? എന്താ ഈ പാതിരാക്കി? എടി കരയാതെ, എന്നാ പറ്റി? കാര്യം എന്താന്ന് വെച്ചാ പറയേ. സുബ്രു എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എനിക്കങ്ങ് പേടിയാവുന്നില്ല സാമ. സുബ്രോടെ തനിച്ചല്ലേ, എന്നതേലും പറ്റി ആരാ അവിടെ കൂടെ ഉള്ളത്? എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടി സുബ്രുന് എന്താ പറ്റിയത്? അവൻ വിളിച്ചായിരുന്നോ? ആരാ പറഞ്ഞേ? എടി എന്താന്ന് വെച്ചാ തെളിച്ച് പറയടി. ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞേ? അത് സ്വപ്നം കണ്ടത്. എടി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. സ്വപ്നം കണ്ടതിനാണോ പാതിരാത്രിക്ക് ഇങ്ങനെ വിളിച്ചുണർത്തിയേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടും. ഇത് വെറുതെ ഒരു സ്വപ്നം അല്ല. എന്റെ സുബ്രുവിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ സുബ്രുവിന്റെ മനസ്സ് വല്ലാതെ പെടയുന്നുണ്ട്. എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മോളെ, നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇത് തന്നെ ആലോചിച്ചല്ലേ സദാ നേരവും നടക്കുന്ന. അതുകൊണ്ട് തോന്നുന്നതാടി. അല്ല, എനിക്കാണെങ്കിൽ ഒരു മനസമാധാനം കിട്ടുന്നില്ലല്ലോ സാർ. എനിക്കൊന്ന് അമ്മച്ചിയോട് സംസാരിക്കണം. ഇപ്പൊ തന്നെ സംസാരിക്കണം. നീ ഒന്ന് അമ്മച്ചിക്ക് ഫോണൊന്ന് കൊടുക്കോ? ഇപ്പോഴോ? ഈ നേരത്ത് വിളിച്ചുണർത്തിയ അമ്മച്ചിക്ക് ദേഷ്യം വരും. നാളെ പോരെ? നീ പോടി. നിനക്ക് പറ്റൂല്ലെങ്കിൽ വേണ്ട. എനിക്ക് എന്റെ സങ്കടം പറയാൻ ആരുമില്ല.
എടി എടി എനിക്കിങ്ങനെ ഓരോന്ന് ഓർത്തിട്ട് വല്ലാതെ ശ്വാസം മുട്ടുവാ. എടി എനിക്ക് ആ അമ്മച്ചിയുടെ സ്വരം ഒന്ന് കേട്ടാ മതി. നീ ഒന്ന് കൊടുക്ക അമ്മച്ചിക്ക്. എടി ഫോണൊന്ന് അമ്മച്ചിക്ക് കൊടുക്ക് പ്ലീസ്. കരയണ്ട, ഞാൻ കൊടുക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ആ. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ഓ എന്നതാടി ഇത്? മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? അത് ഫോണിൽ ലില്ലിക്കുട്ടിയാ. ഒരേ കരച്ചില. അവൾക്കെന്തോ വലിയ പ്രശ്നമുണ്ട്. എന്നതാ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അമ്മച്ചിയോട് സംസാരിക്കണമെന്നാ പറയുന്നേ. ദേ ലൈനിൽ നിൽക്കുക. അമ്മച്ചി ഒന്ന് സംസാരിക്കേ. എന്തിന് ഈ നട്ടപ്പാതിരക്ക് വിളിച്ചുണർത്തി എന്ത് സുവിശേഷം ഒക്കെ എന്നോട് പറയാനുള്ളത്? അങ്ങനെ പറയാതെ അമ്മച്ചി. ചങ്ക് പെടയുമ്പോ കൊച്ചുങ്ങൾ അമ്മച്ചിയല്ലേ വിളിക്കേണ്ടത്? ആണോ? ഈ ചങ്കെന്ന് പറയുന്ന സാധനമേ തള്ളമാർക്കും ഉണ്ട്. അത് പടയുമ്പോ കാണാൻ ആരുമില്ല. അമ്മച്ചി പ്ലീസ്. പൊയ്ക്കോ അവിടുന്ന്. എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല. മാറങ്ങോട്ട്. ഹലോ ഹലോ. അതെ. എങ്ങോട്ടാ ചേട്ടാ? കണ്ണൂര് വഴിയാണോ? ആ, അകത്തേടൊന്നുമില്ല. വേണമെങ്കിൽ പുറകെ കയറി. കേറുന്നെങ്കിൽ കേറ്. ദേ ഇതിലേ വാ. ഈ സ്റ്റെപ്പ് വഴി കയറിക്കോ. വേണമെങ്കിൽ കേറടോ. ചേട്ടാ പൊയ്ക്കോ.
2 കോടി രൂപയ്ക്ക് വാങ്ങിയ വീടാ. എടിപിടിന്ന് വിൽക്കാൻ ചെന്നാ ആ തുക കിട്ടൂലില്ലി? അതിനൊന്നും സാധ്യതയില്ല. ആവശ്യക്കാരാണെന്നറിഞ്ഞ വില കുറയും. ഹാ, എത്ര കുറച്ചാലും ഒരു 1.25 കോടി കിട്ടില്ലേ? കിട്ടുമായിരിക്കും, നോക്കാം. ഇത്രയും വലിയ തുകയൊക്കെ തന്ന് ദിവസങ്ങൾക്കുള്ളിൽ വാങ്ങാൻ ആളെ കിട്ടുമെന്ന് എന്റെ സംശയം. അതും ശരിയാ. വലിയ തുകയായതുകൊണ്ട് ഒരാള് വാങ്ങാൻ വരിക എന്നൊക്കെ പറയുന്നത് ഒരു റിസ്ക് ആണ്. ആ, എങ്കിൽ പിന്നെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും സമീപിക്കുന്നതല്ലേ ബുദ്ധി? നമുക്ക് പരിചയമുള്ള ആരാ ഇത്രയും പണം മുടക്കാൻ, ഇത്രയും ആസ്തിയുള്ളത്? ആളൊക്കെ ഉണ്ട്, പോയി ചോദിക്കാൻ പറ്റുമോ? ആരാണെന്ന് പറ. അവിടെ ചെന്ന് ചോദിക്കാൻ ലില്ലി തയ്യാറാണോന്ന് ആദ്യം പറ, എന്നിട്ട് ആളെ പറഞ്ഞ പോരെ? എന്തു പറയുന്നു? നടക്കുന്ന കാര്യമാണ്, പക്ഷേ ലില്ലി ഒന്ന് മനസ്സ് വെക്കണം. പറ ലില്ലി, എന്തു പറയുന്നു? ഏട്ടത്തി ചായ ഇട്ട് തിരിപ്പുണ്ടായിരുന്നു, അതെടുത്തില്ലേ? കട്ടം മതി, വല്ലാത്തൊരു തലവേദന. മോളൊന്നും പറഞ്ഞില്ല. ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. മാത്രമല്ല, വീടൊക്കെ വിൽക്കുമ്പോ സുബ്രുവിനോട് സ്വാമിയോട് ഒന്ന് ആലോചിക്കണ്ടേ? വീട് വിറ്റിട്ടായാലും കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ അപ്പോഴത്തെ ആവശ്യത്തിന് വിളിച്ചു പറഞ്ഞതല്ലേ? ആവേശമൊന്നുമല്ല, ഉറച്ച തീരുമാനം തന്നെയാ. പക്ഷെ അവരോട് പറയാന്നുള്ളൊരു മര്യാദയില്ലേ? സ്വാമി മോന്റെ കാര്യത്തിൽ പേടിക്കണ്ട, അത് ഇവള് പറഞ്ഞോളും അല്ലേടി? ആ ഉറപ്പ് ഞാൻ തരാം. സുബ്രുവേട്ടന്റെ കാര്യം എനിക്കറിയില്ല. ജയിലിൽ പോയാലും വേണ്ടില്ല, സ്വത്ത് മതിയെന്നാണ് തീരുമാനമെങ്കിൽ ഞാനെന്ത് പറയാന്? അങ്ങനല്ല ഏട്ടത്തി പറഞ്ഞത്. നമ്മളായിട്ട് അവിവേകം കാണിച്ചു എന്ന് പറയണ്ടല്ലോ. എങ്കി ഇനി സുബ്രും കൂടി അകത്താവട്ടെ, അപ്പൊ എല്ലാവർക്കും സമാധാനം ആവുമല്ലോ. ലില്ലടത്തി, അമ്മ സമ്മതിച്ചിട്ടുണ്ട് വീട് വെക്കാൻ. അത് മതി. സുബ്രു ഏട്ടനും ഒന്നും പറയില്ല. ആളെ നോക്കാം നമുക്ക്. കിട്ടുന്ന വിലക്ക് വിറ്റേക്കാം. അതിന്യായം. വാങ്ങിയ 2 കോടി തന്നെ വേണമെന്ന് വാശി പിടിച്ചാ നടക്കില്ല. ഇപ്പൊ വേണ്ടത് 1.5. അത് കിട്ടിയാലും വിറ്റേക്കണം. 1.5 കോടി എന്ന് പറയുന്നത് അത്ര നിസ്സാര തുകയൊന്നുമല്ല. ഇടിപിടിന്ന് അങ്ങോട്ട് ചെന്ന ആര് വാങ്ങാനാ? അത് ശരിയാ. ലാഭത്തിന് കിട്ടുന്നു തോന്നിയ ആളെ കിട്ടും, പക്ഷെ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ 1.5 അല്ല, 3 കോടി വേണേലും നിന്ന നിപ്പി മറിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. എനിക്കറിയാം. അവര് വിചാരിച്ചാൽ നടക്കും. ആരാമ്മേ? കൊച്ചുകളത്തറക്കാര്. ലില്ലിക്കുട്ടി നേരിട്ട് കൊച്ചുകളത്തറെ പോണം. യാചിക്കാനൊന്നും അല്ലല്ലോ, വീട് വിൽക്കാന്ന് പറയണം. അവരിത് വാങ്ങുന്നില്ല. അങ്ങനെ മുൻവിധി എടുക്കല്ലേ എടുത്തേ. ലാഭത്തിന് കിട്ടുന്നു എന്ന് പറഞ്ഞാ പണമുള്ള ആർക്കും മോഹം തോന്നും. ഉപേക്ഷ വിചാരിക്കല്ലേ മോളെ, ഒന്ന് ചോദിച്ചു നോക്ക് വീട് വേണോന്ന്. പോയാലൊരു വാക്ക് കിട്ടിയാ നമ്മുടെ കാര്യം നടക്കുമല്ലോ. എടുത്തേ, സ്വാമിയേട്ടൻ അറസ്റ്റിലാ. സുബ്രുവേട്ടൻ ഒളിവിൽ പോയി. അവരെ രക്ഷിക്കണ്ടേ നമുക്ക്? വേറെ വഴിയില്ല നമ്മുടെ മുമ്പില്. കൊച്ചുകളത്തരക്കാരെ കൊണ്ട് ഈ വീട് വാങ്ങിപ്പിക്കണം നമ്മള്. കർത്താവ് വലിയവനാണ് മറിയക്കുട്ടി. അല്ലെങ്കിൽ ഇത്ര വേഗം ഇതൊക്കെ ഇവിടെ കൊണ്ട് എത്തിക്കില്ലല്ലോ. ബിസിനസ് തുടങ്ങിച്ചതും തകർത്തും ഒക്കെ സേവിച്ചനാ. കൂറുള്ളവനവൻ. അവന്റെ കൂറിന്റെ അളവ് ശത്രുവിനെ തകർക്കുന്നതിൽ അവസാനിക്കും, മിത്രത്തെ കൂടെ കൂട്ടുന്നതിലെത്തില്ല. കളത്രേ അപ്പച്ചൻ പറയുന്നത് പോലെ അനുസരിച്ചോളാം. ബിസിനസ് പൊട്ടി, സാമ്പത്തിക ബാധ്യത കൊണ്ട് പൊറുതിമുട്ടി അനിയൻ ചക്കൻ അകത്തായി. മൂത്തവൻ പുറപ്പെട്ടു പോയി. മതി, പശ്ചാത്തലം അനുകൂലമായിട്ടുണ്ട്.
ഞാൻ ലില്ലിക്കുട്ടിയുടെ വീട് വരെ പോയാലോന്ന് ആലോചിക്കുക. എന്തിന്? അല്ല, ഇപ്പൊ തിരികെ വിളിച്ചാൽ അവൾ പോരുമെന്നൊരു തോന്നൽ. അതൊക്കെ തോന്നല് മാത്രമാണ്. വരും നിന്റെ മുന്നിൽ വേറൊരാവശ്യമായിട്ട്. ആവശ്യം എന്തായാലും അംഗീകരിച്ച് കൂടെ കൂട്ടാവല്ലേ? മണ്ടത്തരം പറയല്ലേ മറിയക്കുട്ടി. പ്രണയബന്ധങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് അവർക്കുള്ളിലാണ്. പുറത്തുണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളും അവരെ ശക്തിപ്പെടുത്തുകയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്തേ? ഞാൻ ചോദിച്ചിട്ടില്ലേടി, നീ എന്തിനാ വന്നേ? നിക്കടിയോടെ നിക്കടിയോടെ ചോദിച്ചു കേട്ടില്ലേ? നീ എന്തിനാ വന്നെന്തിനാ? എല്ലാവരെയും ഒന്ന് കാണാൻ. ഓ, എന്താ വിരോധമുണ്ടോ? എടാ സേവിച്ച മോളി, ഒന്ന് വേഗം വാ. ഓടുവാ ഓടുവാ. ലിസാമ്മേ അമ്മച്ചിയും കൂടെ വിളിക്ക്. അതിലെ ഞാൻ വിളിക്കാം. ലിസാമ്മേ, അമ്മച്ചി. വിളിച്ചു പോകണ്ട, അമ്മച്ചി ഇവിടെ ഇല്ല. അയ്യോടാ, ഇല്ലേ? ഇല്ല. എവിടെ പോയി? ആ, എനിക്കങ്ങനെ അറിയാമല്ല. ഇതാരും ലില്ലിക്കുട്ടിയോ? എന്നൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. പിന്നെന്നാത്തിനാ ചോദിക്കുന്നേ? അറിഞ്ഞു. ദേഹമനങ്ങാതെയും വിയർപ്പൊഴുക്കാതെയും കോടീശ്വരനാകാൻ കുറുക്കുവഴി നോക്കുന്ന എല്ലാ പൊട്ടന്മാരുടെയും ഗതി ഇത് തന്നെ ആയിരിക്കും. അല്ല, കോടീശ്വരി എന്താണോ ഈ വഴിയൊക്കെ? കാര്യമുണ്ട്, പറയാം. ആഹാ, നീ എപ്പോ വന്നു? വിളിക്കാത്തെന്താടി? നിന്നെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ നീ എടുത്തില്ല. അമ്മച്ചി എവിടെ പോയതാടി? ഒരു പിടിയുമില്ല. തെക്കോട്ട് പോയാ വടക്കോട്ട് പോയെന്നല്ലേ പറയൂ. എല്ലാവരോടുമായിട്ട് പറയുന്നതായിരുന്നു നല്ലത്. ഡേ, വല്ലതും പറയാനുണ്ടെങ്കിലേ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടി. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കാം. അതെ, കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല. എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാ.